നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീധനം കുറഞ്ഞതിന് പെൺകുട്ടിയെ നാളുകളായി പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഓയൂരിലായിരുന്നു കേരളത്തെ ഞെട്ടിപ്പിച്ച കൊലപാതകം നടന്നത്. കരുനാഗപ്പള്ളി അയണിവേലിക്കകത്ത് തെക്ക് തുളസീധരന്റെ മകൾ തുഷാര എന്ന 27-കാരിയായിരുന്നു മരിച്ചത്. എന്നാൽ തുഷാരയുടേത് ആസൂത്രിത കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ട് പറയുന്നത്. കൊല്ലപ്പെട്ട തുഷാര എന്ന 27-കാരിക്ക് 2 ലക്ഷം രൂപ മാതാപിതാക്കൾ സ്ത്രീധനമായി നൽകിയിരുന്നു. എന്നാൽ 1 ലക്ഷം രൂപയ്ക്കായിരുന്നു അമ്മായിയമ്മയും ഭർത്താവും ക്രൂരമായ പീഡനം നടത്തിയതെന്നാണ് ഇപ്പോൾ വരുന്ന തെളിവുകൾ. ഒടുവിൽ 1 ലക്ഷം രൂപ മകളുടെ നല്ല ഭാവിയോർത്ത് പിതാവ് തുളസീധരൻ കൊടുക്കാൻ ഇരിക്കവെയായിരുന്നു കൊലപാതകം നടക്കുന്നത് എന്നും പറയുന്നു. 2 ലക്ഷം രൂപയാണ് സ്ത്രീധനമായി വിവാഹ സമയത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് വിവാഹശേഷവും നൽകാൻ വൈകിപ്പോയതിന്റെ പിഴയായി 1 ലക്ഷം രൂപ കൂടി ചേർത്ത് ഭർത്താവും അമ്മായിയമ്മയും തുക 3 ലക്ഷമാക്കി ഉയർത്തിയതായും പിതാവ് വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, ഒടുവിൽ ഇത് നൽകാൻ തുഷാരയുടെ വീട്ടുകാർ തയ്യാറായെന്നും ഇതിനായി ബാങ്ക് വായ്പ നേരത്തെ തരപ്പെടുത്തിയിരുന്നുവെന്നും പിതാവ് വെളിപ്പെടുത്തുന്നു. തുക ഈ മാസം നൽകാനിരിക്കെയായിരുന്നു അമ്മായിയമ്മയും ഭർത്താവും ചേർന്ന് ലോകത്തില്ലാത്ത ക്രൂരത പ്രവർത്തിച്ച് പട്ടിണിക്കിട്ട് യുവതിയെ കൊന്നത്. മാത്രമല്ല, വിവാഹം കഴിഞ്ഞുള്ള 5 വർഷത്തിനിടെ 3 തവണ മാത്രമാണ് തുഷാര സ്വന്തം വീട്ടിലെത്തിയതെന്നും പിതാവ് പറയുന്നു. വിവാഹം കഴിഞ്ഞ 3-ാം ദിവസം നഗരസഭയിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തിയപ്പോൾ താലിമാല മാറ്റിയതും ബന്ധുക്കൾ ശ്രദ്ധിച്ചിരുന്നുവെന്നും അമ്മ പറയുന്നു. അന്വേഷണത്തിൽ വീട്ടുകാർ നൽകിയ 20 പവൻ സ്വർണം മാറ്റി ഭർത്തൃവീട്ടുകാർ അതേ രീതിയിലുള്ള മുക്കുപണ്ടം തുഷാരയ്ക്ക് നൽകിയതായും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. മാത്രമല്ല, വിവാഹത്തിന്റെ കടങ്ങൾ മൂലമാണെന്ന ധാരണയിൽ തുഷാരയുടെ വീട്ടുകാർ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല എന്നും 2 കുട്ടികളുടെ പ്രസവത്തിനും വിളിക്കാൻ ചെന്നപ്പോഴും തുഷാരയെ വീട്ടിലേക്ക് അയക്കാൻ ഭർത്തൃവീട്ടുകാർ തയ്യാറില്ല എന്നും പറയുന്നു. അതുമാത്രമല്ല, ഭർത്തൃവീട്ടിൽ കൊടിയ പീഡനങ്ങളായിരുന്നുവെന്ന ഒരു സൂചന പോലും തുഷാര വീട്ടുകാർക്ക് നൽകിയിരുന്നില്ല. തനിക്ക് സുഖമാണെന്നും നിങ്ങളാരും വിളിക്കുകയോ വരികയോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നുമാണ് തുഷാര വീട്ടുകാരെ അറിയിച്ചിരുന്നത്. ഇടയ്ക്കിടെ ഭർത്താവ് ബിനുലാൽ ഭാര്യ വീട്ടിൽ വിളിച്ച സ്ത്രീധന തുക ആവശ്യപ്പെടുമായിരുന്നത് തുഷാരയുടെ മാതാപിതാക്കൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല, മകൾ പീഡിപ്പിക്കപ്പെടുന്ന വിവരം അറിഞ്ഞിരുന്നെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും തങ്ങൾ രക്ഷിച്ചേനെ എന്ന് പറഞ്ഞ് വിതുമ്പുകയാണ് തുഷാരയുടെ മാതാപിതാക്കൾ. തുഷാരയെ പട്ടിണിക്കിട്ട് കൊന്ന ചെങ്കുളം പറങ്കോട്ടെ വീട് സന്ദർശിച്ച വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ സമീപവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല, വീട്ടിൽ ആഭിചാര ക്രിയകൾ നടന്നിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ച അയൽവാസികളെ ചന്തുലാലിന്റെ സഹോദരിയും ഭർത്താവും ഭീഷണിപ്പെടുത്തുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. നാളുകളായി പട്ടിണിക്ക് കിടത്തിയ യുവതി മരിക്കുമ്പോഴും വെറും അസ്ഥികൂടമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 20 കിലോ മാത്രം ഭാരമായിരുന്നു യുവതിക്കുണ്ടായിരുന്നത്. മാത്രമല്ല, വിവാഹം കഴിക്കുമ്പോൾ 56 കിലോയോളം ഭാരമുണ്ടായിരുന്ന യുവതിയായിരുന്നു ഈ 20 കിലോ മാത്രം ഭാരത്തിൽ മരണപ്പെട്ടത്. കോടതിയിൽ കേസ് തെളിയിക്കാനായാൽ പ്രതികൾക്ക് വധശിക്ഷ വരെ ലഭിക്കാം. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. അതേസമയം ശിശുക്ഷേമ സമിതി ഏറ്റെടുത്ത 4ഉം 2ഉം വയസ്സുള്ള മക്കളെ വിട്ടു നൽകണമെന്ന ആവശ്യമായി തുഷാരയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 21-ന് രാത്രിയായിരുന്നു തുഷാര ഓയൂർ ചെങ്കുളത്തുള്ള ഭർത്താവിന്റെ വീട്ടിൽ മരണപ്പെട്ടത്. കേരളത്തിൽ സ്ത്രീധനമില്ലെന്ന് ഇപ്പോൾ ആര് പറഞ്ഞു? രഹസ്യമായി ഇതിപ്പോഴും നടക്കുന്നുണ്ട് എന്നതിനുള്ള സൂചനകളാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. പോലീസും നിയമ സംവിധാനങ്ങളും ഇതിന് മുന്നിൽ നിസ്സഹായരാകുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നും ചെയ്യാനാകുന്നില്ല. മാത്രമല്ല, ഈ ദുരാചാരം മൂലം അനേകം സ്ത്രീകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. മരിച്ച് ജീവിക്കുന്നു എന്ന് തന്നെ പറയണം. 10,000-കണക്കിന് സ്ത്രീകളുടെ വിവാഹം മുടങ്ങുന്നു ഇത് കാരണം. സ്ത്രീകളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഈ മാരകമായ പൈശാചിക ചിന്തകൾക്കെതിരെ എന്തുകൊണ്ട് നമുക്കൊരു നവോത്ഥാനം ഉണ്ടാക്കാനും മതിലുകൾ ഉയർത്താനും കഴിയുന്നില്ല എന്നതും ചിന്തനീയമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.